നമസ്കാരം. +2 ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ടൈറ്റിൽ ശ്രദ്ധിക്കുക: കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്, ഏർലി സ്റ്റേറ്റ്സ് ആൻഡ് എക്കോണമീസ് 600 BCE ടു 600 CE. രാജാക്കന്മാർ, കർഷകർ, അതോടൊപ്പം തന്നെ ടൗൺസ് അല്ലെങ്കിൽ നഗരങ്ങൾ. ഏർലി സ്റ്റേറ്റ്സ് ആൻഡ് എക്കോണമീസ്, ആദ്യകാല നഗരങ്ങളും അല്ലെങ്കിൽ ആദ്യകാല രാജ്യങ്ങളും അതിനോടൊപ്പം തന്നെ അവരുടെ സമ്പദ് വ്യവസ്ഥയും എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിനകത്ത് ചർച്ച ചെയ്യുന്നത്. രാജാക്കന്മാരുടെ ഉത്ഭവം, അതോടൊപ്പം തന്നെ ഫാർമേഴ്സ്, കർഷകരുടെ ഉത്ഭവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട നഗരങ്ങളുടെ ഉത്ഭവങ്ങൾ, പിന്നെ ആദ്യകാല സ്റ്റേറ്റ്സ്, ആദ്യകാല രാജ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, അവയുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. 600 BCE മുതൽ 600 CE വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് BCEയും എന്താണ് CE എന്നും നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ നമുക്ക് CE നോക്കാം. CE എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഇറ എന്നാണ്. അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ കോമൺ ഇറ എന്ന് പറയുന്നത്. BCE എന്ന് വെച്ചാൽ ബിഫോർ ദ കോമൺ ഇറ. ബിഫോർ ദ കോമൺ എന്ന് വെച്ചാൽ കോമൺ ഇറയ്ക്ക് മുൻപുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ബിഫോർ ദ കോമൺ ഇറ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ 600 BCE മുതൽ 600 CE വരെയുള്ള 6th century BC മുതൽ 6th century AD വരെ അല്ലെങ്കിൽ 6th century CE വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കാം. ഡെവലപ്മെൻറ്റ്സ് ബിറ്റ്വീൻ 1900 BCE ആൻഡ് 600 BCE. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചത് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തിന് ശേഷം, അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം അധപതിച്ചതിന് ശേഷം എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ഉണ്ടായെന്നാണ് നമ്മൾ പറയുന്നത്. 1900 BCയോടുകൂടി നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പതനത്തിന് ശേഷം പിന്നീട് 600 BC വരെയുള്ള കാലഘട്ടത്തിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് നടന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കുക. ഋഗ്വേദ വാസ് കമ്പോസ്ഡ് ഇൻ 1500 BC. 1500 BCയിൽ ഋഗ്വേദം അല്ലെങ്കിൽ ഋഗ്വേദ എന്ന് പറയുന്ന ആ ഒരു വേദം കമ്പോസ് ചെയ്തു, അല്ലെങ്കിൽ അത് രചിക്കപ്പെട്ടു. ഋഗ്വേദ അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവേദ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഋഗ്വേദ രചിക്കപ്പെടുന്നത് 1500 BCയിലാണ്, അതായത് ഹാരപ്പൻ കൾച്ചറിന് ശേഷമാണ്. ദെൻ സെക്കൻഡ് നോക്കുക. അഗ്രികൾച്ചറൽ സെറ്റിൽമെൻറ്റ്സ് എമർജ്ഡ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇന്ത്യൻ സമതലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഗങ്ങളിൽ, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് അഗ്രികൾച്ചറൽ സെറ്റിൽമെൻറ്റ്സ് എന്ന് വെച്ചാൽ പ്രദേശങ്ങളിൽ കർഷകർ എന്ത് ചെയ്യപ്പെട്ടു, പുതിയ പ്രദേശങ്ങളിൽ കൃഷി ഇറക്കി. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത്, അതിൻ്റെ എമർജൻസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ദെൻ പാസ്റ്ററൽ പോപ്പുലേഷൻ സ്പ്രെഡ് ഇൻ ഡെക്കാൻ ആൻഡ് ഫർദർ സൗത്ത്. പാസ്റ്ററൽ പോപ്പുലേഷൻ, അതായത് കന്നുകാലികളെ മേയ്ക്കുന്ന ഇടയ സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യപ്പെട്ടു, അവർ ഡെക്കാൻ ഏരിയകളിലേക്കും പിന്നീട് ഇന്ത്യയുടെ സദേൺ ഭാഗങ്ങളിലേക്കും, ഈ മിഡിൽ ഗാൻജറ്റിക് പ്ലെയിനിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്യപ്പെട്ടു, ഡെക്കാൻ ഏരിയാസിലേക്കും പിന്നെ സദേൺ സൈഡിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്തു തുടങ്ങി. ദെൻ അടുത്ത് നോക്കുക. മെഗാലിത്ത് കൾച്ചർ ഡെവലപ്ഡ് ഇൻ സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലും സെൻട്രൽ ഇന്ത്യയിലും ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ കൾച്ചർ ഡെവലപ്പ് ചെയ്തു. അതിനാണ് നമ്മൾ മെഗാലിത്ത് കൾച്ചർ എന്ന പേരിൽ വിളിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നാലെ പറയുന്നുണ്ട്. അപ്പോൾ മെഗാലിത്ത് കൾച്ചർ വരുന്നത് എവിടേക്കാണ്? സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യയിലെ ഈ ഒരു കാലഘട്ടത്തിലാണ്. ദെൻ എമർജൻസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ്, കിങ്ഡംസ് ആൻഡ് എംപയേഴ്സ് ഇൻ ഇന്ത്യ. പിന്നെ നമ്മൾ ലാസ്റ്റ് പോയിന്റ് നോക്കുക. എമർജൻസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ്, ആദ്യകാല സ്റ്റേറ്റ്സ്, രാഷ്ട്രങ്ങളുടെ രൂപീകരണം. കിങ്ഡംസ് എന്ന് വെച്ചാൽ രാജാവ് ഭരിക്കുന്ന ആ പ്രദേശങ്ങളുടെ രാജ്യം എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. കിങ്ഡംസ്. ദെൻ എംപറേഴ്സ് സാമ്രാജ്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഈ പറയുന്ന രാജാക്കന്മാരുടെ എമർജൻസും അതിനോടൊപ്പം തന്നെ രാജ്യങ്ങളുടെ എമർജൻസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് പഠിക്കുന്നത്? 1900 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടത്തിലാണ് നടക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഋഗ്വേദ വിച്ച് വാസ് കമ്പോസ്ഡ് ഇൻ 1500 BC. 1500 BCയിൽ ഋഗ്വേദ കമ്പോസ് ചെയ്തു. അഗ്രികൾച്ചർ സെറ്റിൽമെൻറ്റ്സ് എമർജ്ഡ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ പുതിയ അഗ്രികൾച്ചറൽ സെറ്റിൽമെൻറ്റ്സ്, അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എമർജ് ചെയ്തു. സെറ്റിൽമെൻറ്റ്സ് എന്ന് വെച്ചാൽ കാർഷിക സ്ഥലങ്ങളെന്നോ കൃഷിയിടങ്ങളെന്നോ ഒക്കെ പറയാം. കൃഷിയിടങ്ങളൊക്കെ പുതുതായിട്ട് രൂപപ്പെട്ടു. പാസ്റ്ററൽ പോപ്പുലേഷൻ സ്പ്രെഡ് ഇൻ ഡെക്കാൻ ആൻഡ് ഫർദർ സൗത്ത്. അവിടുത്തെ ഇന്ത്യൻ ഏരിയാസിനൊക്കെ എന്ത് ചെയ്യപ്പെട്ടു, ഈ ഒരു പാസ്റ്ററൽ പോപ്പുലേഷൻ, കന്നുകാലികൾ വളർത്തുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യപ്പെട്ടു, ഡെക്കാൻ പ്രദേശങ്ങളിലേക്കും പിന്നീട് സൗത്ത് ഇന്ത്യയിലേക്കും എല്ലാം എന്ത് ചെയ്യപ്പെട്ടു, ഈ കാലഘട്ടത്തിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യയിൽ, അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ മീൻസ് മധ്യ ഇന്ത്യയിലും അതിനോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യ, നമ്മൾ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലെല്ലാം ഒരു പുതിയ കൾച്ചർ എമർജ് ചെയ്തു. ആ കൾച്ചറിനെയാണ് നമ്മൾ മെഗാലിത്ത് കൾച്ചർ എന്ന പേരിൽ വിളിക്കുന്നത്. മഹാശിലാ സംസ്കാര കാലഘട്ടമെന്നോ മഹാശിലാ സംസ്കാരം എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം.
ദെൻ ലാസ്റ്റ് പോയിന്റ് എമർജൻസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ് കിങ്ഡംസ് ആൻഡ് എംപയേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യകാല രാഷ്ട്രങ്ങളും രാജാക്കന്മാരും ഒക്കെ ഉണ്ടാകുന്നത് 1900 ബി സിക്കും 600 ബി സിക്കും ഇടയിലാണ്. ദെൻ നമ്മൾ നോക്കുന്ന മെഗാലിത്ത് കൾച്ചർ എന്താണെന്നാണ്. മെഗാലിത്ത് പീരീഡ് വാസ് ഫോളോഡ് ബൈ സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജിനെ ഫോളോ ചെയ്തുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പുതിയ കൾച്ചറിനെയാണ് നമ്മൾ മെഗാലിത്ത് കൾച്ചർ എന്ന പേരിൽ വിളിക്കുന്നത്, അല്ലെങ്കിൽ മഹാശിലാ സംസ്കാരം എന്നാണ് അതിൻ്റെ മലയാളം. മെഗാലിത്ത് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ ഏജിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പുതിയ കൾച്ചറാണ് മെഗാലിത്ത് പീരീഡ് അല്ലെങ്കിൽ മെഗാലിത്ത് കൾച്ചർ എന്ന് പറയുന്നത്. മെഗാലിത്ത് മീൻസ് ബിഗ് സ്റ്റോൺ. മെഗാലിത്ത് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ബിഗ് സ്റ്റോൺ അല്ലെങ്കിൽ വലിയ കല്ല് എന്നാണ്. ദിസ് കൾച്ചർ ഒറിജിനേറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. ശരിക്കും ഈ ഒരു കൾച്ചർ ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലാണ്. റിലേറ്റഡ് ടു ന്യൂ മോഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡെഡ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഒരു കൾച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ന്യൂ മോഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡെഡ്. ശവമടക്ക രീതിയിൽ ഒരു പുതിയ ഒരു മോഡ് അല്ലെങ്കിൽ പുതിയൊരു രൂപം കൊണ്ടുവരുന്ന പുതിയൊരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കൾച്ചറിൻ്റെ പ്രത്യേകതയാണ്. അതായത് മെഗാലിത്ത് ഗ്രേവ് വെയർ എൻസർക്കിൾഡ് വിത്ത് ബിഗ് പീസസ് ഓഫ് സ്റ്റോൺ. ഈ മെഗാലിത്ത് കാലഘട്ടത്തിലുള്ള ഗ്രേവുകൾ അല്ലെങ്കിൽ ശവമടക്കം കഴിഞ്ഞതിന് ശേഷം ശവമടക്കിയിരിക്കുന്ന പ്രദേശത്ത് എൻസർക്കിൾഡ് വിത്ത് ബിഗ് പീസസ് ഓഫ് സ്റ്റോൺ, അതിനെ കവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് ചുറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യിക്കാറുണ്ട്? ബിഗ് പീസസ് ഓഫ് സ്റ്റോൺസ്, വലിയ വലിയ കല്ലുകൾ കുത്തി നിർത്താറുണ്ട്. മെഗാലിത്ത് കണ്ടെയ്ൻ സ്കെൽറ്റൻസ്, പോട്രി ആൻഡ് അയൺ ഒബ്ജക്ട്സ്. ഈ മെഗാലിത്ത് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗ്രേവ്സ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു? ദറ്റ് കണ്ടെയ്ൻ സ്കെലിറ്റൻസ്, അസ്ഥികൂടങ്ങളുണ്ടായിരുന്നു. ദെൻ പോട്രി, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പോട്രി മൺപാത്രങ്ങളുണ്ടായിരുന്നു. ദെൻ അയൺ ഒബ്ജക്ട്സ്, ധാരാളമായിട്ടുള്ള അയൺ ഒബ്ജക്ട്സ്. അപ്പോൾ ഇന്ന് നോക്കുക, അയൺ ഒബ്ജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ. അതായത് മെഗാലിത്ത് കൾച്ചർ ബിലോങ്സ് ടു അയൺ ഏജ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ്, അത് നമുക്ക് എന്തിനെക്കുറിച്ചുള്ള വിവരം തരുന്നു? ഈ ഒരു മെഗാലിത്ത് കൾച്ചർ ഏതുമായിട്ട് ബന്ധപ്പെടുന്നതാണ്? അയൺ ഏജുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഹാരപ്പൻ സംസ്കാരം പഠിച്ചു. ഹാരപ്പൻ കൾച്ചറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ദാറ്റ്സ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അതെന്തായിരുന്നു? ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആയിരുന്നു. നമ്മളിവിടെ പഠിക്കുന്ന മെഗാലിത്ത് കൾച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ബിലോങ്സ് ടു അയൺ ഏജ്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? അയൺ ഏജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. മെഗാലിത്ത് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫോളോ ബൈ സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജിനെ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മെഗാലിത്ത് പീരീഡ് എന്ന പേരിൽ വിളിക്കുന്നത്. ദ വേർഡ് മെഗാലിത്ത് മീൻസ് ബിഗ് സ്റ്റോൺ. മെഗാലിത്ത് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വലിയ കല്ലെന്നാണ്. ഒറിജിനേറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് റിലേറ്റഡ് ടു ദ ന്യൂ മോഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡെഡ്. പുതുതായിട്ടുള്ളൊരു ശവമടക്ക രീതിയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്, മെഗാലിത്ത് കൾച്ചറിൽ കാണാൻ സാധിക്കുന്നത്. ദാറ്റ് മീൻസ് മെഗാലിത്ത് ഗ്രേവ് വെയർ എൻസർക്കിൾഡ് വിത്ത് ബിഗ് പീസസ് ഓഫ് സ്റ്റോൺ. മെഗാലിത്ത് കാലഘട്ടത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന ശവമടക്ക് നടത്തിയിരിക്കുന്ന പ്രദേശത്തെ എൻസർക്കിൾ ചെയ്തുകൊണ്ട്, ഇതിലെവിടെയാണോ നമ്മൾ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? വലിയ വലിയ കല്ലുകൾ കാണാനായിട്ട് സാധിക്കും. മെഗാലിത്ത് കണ്ടെയ്ൻ സ്കെലിറ്റൻസ്, പോട്രി ആൻഡ് അയൺ ഒബ്ജക്ട്സ്. മെഗാലിത്ത് കാലഘട്ടത്തിൽ ശവക്കല്ലറകൾ തുറന്നാൽ നമുക്ക് എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും? സ്കെലിറ്റൻസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ പോട്രിയും അയൺ ഒബ്ജക്ട്സും ഉണ്ട്. അപ്പോൾ ഈ അയൺ ഒബ്ജക്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മെഗാലിത്ത് കൾച്ചർ ബിലോങ്സ് ടു അയൺ ഏജ് എന്നാണ്. അയൺ ഏജുമായിട്ട് ബന്ധപ്പെട്ടൊരു കൾച്ചറാണ് എന്ന് പറയുന്നത് മെഗാലിത്ത് അല്ലെങ്കിൽ മഹാശിലാ സംസ്കാരം എന്ന് പറയുന്ന ഒരു കൾച്ചർ. ദെൻ നമ്മൾ തിരിച്ചു വരുന്നു. 6th century BCE ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിട്ടാണ് നമ്മൾ 6ാം നൂറ്റാണ്ടിനെ വിളിക്കുന്നത്. വൈ? എന്തുകൊണ്ടാണ് നമ്മൾ 6th century BCE എ ടേണിംഗ് പോയിന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റ് ആയിട്ട് വിളിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കുക. ദ റൈസ് ഓഫ് സിറ്റീസ് ഇൻ ഗാൻജറ്റിക് റീജിയൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ഇൻ ദ 6th century. ആദ്യകാല നഗരങ്ങൾ, നമ്മൾ ശരിക്കും ആദ്യകാല നഗരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നഗരമായിട്ട് ബന്ധപ്പെട്ട സിറ്റീസിനെ കുറിച്ച് ഹാരപ്പൻ സംസ്കാര കാലത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം ഒരു 6th century ഒക്കെ ആയപ്പോഴാണ് റൈസ് ഓഫ് സിറ്റീസ് ഇൻ ഗാൻജറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഗാൻജറ്റിക് പ്രദേശങ്ങളിൽ ഗംഗാ സമുദ്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സിറ്റികൾ എമർജ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴാണ്? ഈ പറയുന്ന 6ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷന് ശേഷം പിന്നെ ആദ്യമായിട്ട് സിറ്റികൾ എമർജ് ചെയ്യുന്നത് എവിടെയാണ്? ഗാൻജറ്റിക്, ഗംഗാ സമുദ്രത്തിലാണ്. ദാറ്റ് ഇസ് ഇൻ ദ പീരീഡ് ഓഫ് 6th century BC. അത് സംഭവിക്കുന്നത് 6ാം നൂറ്റാണ്ടിലാണ്. ദെൻ ഇറ്റ് വാസ് ദ സെക്കൻഡ് അർബണൈസേഷൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഹാരപ്പൻ സിറ്റീസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ് വാസ് ദ സെക്കൻഡ് അർബണൈസേഷൻ, 2ാം നഗരവൽക്കരണം എന്ന പേരിൽ ഇതിനെ വിളിക്കുന്നുണ്ട്. ഈ പറയുന്ന 6th century ഉണ്ടായിരുന്ന റൈസ് ഓഫ് സിറ്റീസ് ഇൻ ഗാൻജറ്റിക് റീജിയൻസിനെ വിളിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് വാസ് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ഹാരപ്പൻ സിറ്റീസ്. ഹാരപ്പൻ സിറ്റീസിന് വന്നതിന് ശേഷം പിന്നീട് വരുന്ന ഒരു സെക്കൻഡ് അർബണൈസേഷൻ, 2ാമത്തെ ഒരു കാലഘട്ടം വരുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഗാൻജറ്റിക് റീജിയൻസിലാണ്. ദെൻ തേർഡ് പോയിന്റ് നോക്കുക. റൈസ് ഓഫ് ഏർലി സ്റ്റേറ്റ്സ് കോൾഡ് മഹാജനപദാസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ 6ാം നൂറ്റാണ്ടിൽ മഹാജനപദങ്ങൾ എന്ന പേരിൽ ആദ്യകാല സ്റ്റേറ്റ്സ്, രാഷ്ട്രങ്ങളുണ്ടായി.
അപ്പോൾ ഇന്ത്യയിൽ ആദ്യകാല രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? 6-ാം നൂറ്റാണ്ടിലാണ്. they were called as മഹാജനപദാസ്. അതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? മഹാജനപദങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നു. then fourth point നോക്കുക, wide use of iron started. ധാരാളമായിട്ട് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് ഉപയോഗിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? 6-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മെറ്റൽസ് എല്ലാം മാറിയിട്ട് പകരം നമ്മൾ ഏത് ഉപയോഗിച്ചു? അയൺ കൂടുതലായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അയൺ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ്സിൽ കുറേ കൂടെ മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് അതിൻ്റെ മീനിങ്. ദെൻ കോയിനേജ് സിസ്റ്റം ആൻഡ് ട്രേഡ് ഡെവലപ്ഡ്. അതിനോടൊപ്പം തന്നെ എന്താണ്? കോയിനേജ് സിസ്റ്റം, നാണയ സമ്പ്രദായവും ഉണ്ടായി. ദെൻ ട്രേഡ് ഡെവലപ്ഡ്, അതിനോടൊപ്പം തന്നെ കച്ചവടം മെച്ചപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചത്? സെക്കൻഡ്, അർബനൈസേഷൻ ഇൻ ഇന്ത്യ, അതായത് റൈസ് ഓഫ് സിറ്റീസ് ഇൻ ഗാൻജറ്റിക് റീജിയൻസ്. ദെൻ റൈസ് ഓഫ് early states called മഹാജനപദാസ്, വൈഡ് യൂസ് ഓഫ് അയൺ, കോയിനേജ് സിസ്റ്റം ആൻഡ് ട്രേഡ്. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഈ സമയത്താണ് 6-ാം നൂറ്റാണ്ടിൽ ആണെന്ന് പറയാം. ഇൻ ദ ഏർലിയസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യകാല സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സിമ്പിളായിട്ട് നമ്മൾ ഒരു ബ്ലൂ കളറിലുള്ള ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ആദ്യം നോക്കുക. അതിനകത്ത് കുറച്ച് ടേംസ്, 3 ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ജന. ജന എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ, ജനങ്ങൾ എന്നുള്ള മീനിങ്ങിൽ ഉപയോഗിക്കുന്ന ടൈമാണ് ജന, JN. ദെൻ ജനപദ, പ്ലേസ് വേർ ദ പീപ്പിൾ സെറ്റിൽഡ്, അല്ലെങ്കിൽ പ്ലേസ് വേർ ദ പീപ്പിൾ യൂസ് ടു സെറ്റിൽ. ആ ഒരു പ്രദേശം എവിടെയാണോ ജനങ്ങൾ എന്താണ് അധിവസിക്കാനായിട്ട് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത പ്രദേശത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? ജനപദ. അത് ശരിക്കും നമ്മൾ പറയുമ്പോഴേക്കും ജനങ്ങൾ പാദമൂന്നിയ സ്ഥലം എന്നാണ് പറയുന്നത്. പാദമൂന്നിയ മീൻസ് അവിടെ സെറ്റിൽ ചെയ്ത പ്രദേശത്തെയാണ് നമ്മൾ ജനപദ എന്ന പേരിൽ വിളിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്സിൻ്റെ ഒരു രൂപത്തെയാണ് നമ്മൾ ജനപദ എന്ന് വിളിക്കുന്നത്. മഹാജനപദ എന്ന് വെച്ചാൽ ലാർജ് ജനപദാസ്. ഈ ജനപദാസ് തന്നെ ധാരാളം ജനപദങ്ങളുണ്ടായിരുന്നു. അത് ക്രമേണ എന്ത് ചെയ്യപ്പെട്ടു? ഓരോ ജനപദയും മറ്റുള്ള ജനപദവുമായിട്ട് ഒരു ക്ലാഷ് നടക്കുകയോ അല്ലെങ്കിൽ എന്താണ് അതിനെ കൂട്ടിച്ചേർക്കുകയോ വെച്ചിട്ട് മഹാജനപദങ്ങളായിട്ട് മാറി. മഹാ മീൻസ് ബിഗ് എന്നാണ്, അല്ലെങ്കിൽ ലാർജ് എന്നാണ്. അപ്പോൾ മഹാജനപദ മീൻസ് ലാർജ് ജനപദാസ്, വലിയ ജനപദങ്ങൾ. അപ്പോൾ 3 ടൈംസ് നോക്കുക: ജന, ജനപദ, മഹാജനപദാസ്. നമ്മൾ നോക്കിയാൽ ഏർലിയസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ വരുന്ന ഏർലിയസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യയുടെ ടൈം ലൈനാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ജന ടു ജനപദ. ജനങ്ങൾ എന്തിലേക്ക് വരുന്നത്? ജന എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഏതിലേക്ക് വന്നു? ജനപദം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്നു. ദെൻ ജനപദ ടു മഹാജനപദ, ദെൻ മഹാജനപദ ടു കിങ്ഡം, ലാസ്റ്റ് കിങ്ഡം ടു എംപയർ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈം ലൈൻ. അപ്പോൾ ആദ്യം ജനങ്ങൾ എന്താണ്? ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് അതെന്തായിട്ട് മാറുന്നു? ജനപദ. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അധികാരം ഏതിലേക്ക് മാറുന്നു? ജനപദങ്ങളിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ ടൈപ്പ് ഒരു ഗോത്ര തലവനോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലെയോ ഒരു മൂത്ത ആളോ ഒക്കെ ഭരിക്കുന്ന സിസ്റ്റമാണ് അതിനകത്തുണ്ടായിരുന്നത്, ജനപദയ്ക്കകത്തുണ്ടായിരുന്നത്. ഇനി ജനപദ മാറി എന്തായിട്ട് മാറിയത്? മഹാജനപദയായി. മഹാജനപദയായപ്പോഴേക്കും അതിനകത്ത് ഭരിക്കാൻ ആര് വന്നു തുടങ്ങി? ഗോത്രത്തലവന്മാർ. ഗോത്രത്തലവന്മാരെന്ന് വെച്ചാൽ വലിയൊരു ക്ലാൻ്റെ ലീഡറായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ പെറ്റി കിങ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വന്നു. ദെൻ ഈ മഹാജനപദങ്ങളിൽ നിന്നും പിന്നെന്തായിട്ട് മാറിയത്? കിങ്ഡമായിട്ട്, രാജ്യമായിട്ട് കൺവേർട്ട് ചെയ്തു. കിങ്ഡമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും അതിനകത്ത് ആര് വരും? കിങ് അല്ലെങ്കിൽ രാജാവ്, പ്രബലനായിട്ടൊരു രാജാവ് വന്നപ്പോഴേക്കും മഹാജനപദ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മാറിയിട്ട് അത് എന്തായിട്ട് മാറി? രാജ്യം, കിങ്ഡം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് മാറി. ഇനി കിങ്ഡം ടു എംപയർ എന്ന് വെച്ചാൽ, കിങ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ഭൂപ്രദേശം ഭരിക്കുന്ന ആളിനെ, ഒരു രാജ്യം ഭരിക്കുന്ന ആളിനെയാണ് നമ്മൾ കിങ് എന്ന് വിളിക്കുന്നത്. കിങ്ഡം നിന്ന് എംപയറിലേക്ക്, എംപയർ എന്ന് വെച്ചാൽ സാമ്രാജ്യം എന്നാണ് പറയുന്നത്. സാമ്രാജ്യം ഭരിക്കുന്ന ആൾ എപ്പോഴും ആരായിരിക്കും? എംപററായിരിക്കും, ചക്രവർത്തി ആയിരിക്കും. അപ്പോൾ ഇവിടെ കിങ്ഡമിൽ നിന്ന് മാറിയിട്ട് എന്തായിട്ട് മാറി? എംപയർ, അല്ലെങ്കിൽ എന്താണ് സാമ്രാജ്യം എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലേക്ക്. സാമ്രാജ്യത്തിൽ വലിയ ലാർജ് ഏരിയാസ്, ഒന്നിലധികം രാജ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ലാർജ് ഏരിയാസിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? എംപയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കിങ്ഡം ടു എംപയർ, കിങ്ഡം നിന്ന് എന്തിലേക്ക് മാറി? എംപയറിലേക്ക് മാറി. അപ്പോൾ ഈ 4 രീതിയിലാണ് നമ്മൾ ഏർലി സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്.